ഇതൊന്നുമല്ല, ഇത് നട്ടാൽ മുളയ്ക്കാത്ത പച്ച നുണ പ്രസ്താവിക്കുക. എന്തൊരു മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണിത്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലും ഇത്രയും നട്ടാൽ മുളയ്ക്കാത്ത നുണ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമസ്കാരം. വയനാട് വിഷൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൽപ്പറ്റയിലെ NDA സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയെ ഒക്കെ പരിചയപ്പെടുത്തുകയും അവരോടൊപ്പം പ്രചരണ പരിപാടികളിലെ പ്രചരണ വഴികളിലൊക്കെ പോവുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണുള്ളത്. അദ്ദേഹം ഉച്ചവരെ മേപ്പാടി മുട്ടിൽ പഞ്ചായത്തുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളുള്ളത് മുപ്പനാടാണ്. മുപ്പനാടിലെ പ്രചരണത്തിന് വേണ്ടി പര്യടന വാഹനം നമുക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പ്രചരണത്തിന് വേണ്ടി തൊട്ട് പിന്നാലെ MLA T സിദ്ദീഖ്, സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള T സിദ്ദീഖ് വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രചരണം ഏത് രീതിയിലാണ്, ആരെയൊക്കെയാണ് കാണുന്നത്, എവിടെയൊക്കെയാണ് കയറുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി ഇങ്ങനെ രാവിലെ മുതൽ വലിയ ഓട്ടത്തിലാണുള്ളത്. ഇപ്പോൾ ജോബിയുടെ അഖിലേൻ്റെയും കല്യാണവും കൂടി അല്ലേ, എല്ലാവരെയും കണ്ടു. സമയം പരിമിതമായതുകൊണ്ട് ആൾ കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ സ്കെച്ച് ചെയ്ത് പരമാവധി ഓടുകയാണ്. ചിലപ്പോൾ നമുക്ക് അവിചാരിതമായ ചില സന്ദർഭം കിട്ടും. ഇപ്പം ജോബിയുടെ അഖിലയുടെയും കല്യാണം അവിചാരിതമായി ഞങ്ങൾ കിട്ടിയതാണ്. ശ്രീ ആൻ്റണിയുടെ കൊച്ചിന് കല്യാണമാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമായി. അവർക്ക് ആശംസകൾ നേരാൻ പറ്റി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഞങ്ങളിങ്ങനെ കുറേ കല്യാണം കൂടാൻ പറ്റും. അതും ഒരു നല്ല അനുഭവമാണ്. തീർച്ചയായും കാലത്ത് 5:45 മണിയോടുകൂടി ഞങ്ങൾ ആരംഭിക്കും. അത് കഴിഞ്ഞ് അർദ്ധരാത്രിയോടുകൂടിയാണ് ഞങ്ങളുടെ പര്യടന പരിപാടി അവസാനിക്കുക. അതിനിടയിൽ ആളുകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, കൂട്ടായ്മകൾ ഇതെല്ലാമായി വളരെ സജീവമായി പോവുകയാണ്. UDFനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയത്തിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പം ഈ മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. 3 റൗണ്ടോ മറ്റേ എത്തി. ഇതിപ്പോൾ 3 റൗണ്ടാന്ന് ഇവിടെ ആളുകൾ പറഞ്ഞു മുപ്പനാട് വന്നപ്പോൾ. എത്ര ബാക്കി എല്ലാ സ്ഥലത്തും ഇതേപോലെ 3 റൗണ്ട് പോയോ? ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 3 റൗണ്ടോടുകൂടി ആവുകയാണ്. ഇന്നത്തോടുകൂടി 3 റൗണ്ട് കംപ്ലീറ്റഡ് ആവും. ഒരു റൗണ്ട് ഈ നിയോജകമണ്ഡലം മുഴുവൻ കുട്ടിക്കലാശത്തോടുകൂടി പോകും. അപ്പം 4 റൗണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിശബ്ദ പര്യടനത്തിനിടയിലും എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പെല്ലാം ഞങ്ങൾ ഫില്ല് ചെയ്യും. EVMൽ ഈ വോട്ട് മുഴുവൻ എത്തിക്കാനുള്ള നടപടിയെടുക്കും. ഒരു സംശയം ചോദിക്കട്ടെ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? അപ്പോൾ രാഷ്ട്രീയം മാറി, വികസനമൊക്കെ മാറി, വ്യക്തിപരമായ ചില ആരോപണങ്ങൾ കൂടി ഇന്നലെയൊക്കെ 2-3 ദിവസങ്ങളായി കേൾക്കുകയാണല്ലോ. എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷനല്ല. വേറൊരു രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ മേഖല ഔന്നിത്യത്തോടു കൂടി ഈ രാഷ്ട്രീയം ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഡിബേറ്റുകൾ, വികസനത്തെക്കുറിച്ച് ചർച്ചയാവാം, രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ചയാവാം, നമ്മൾ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ചയാവാം, ചെയ്യാൻ പോകുന്ന മാനിഫെസ്റ്റോയെ സംബന്ധിച്ച് ചർച്ചയാവാം. ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വളരെ നല്ലതായിരിക്കുന്ന വിവരങ്ങൾ നൽകാനുള്ള പൊളിറ്റിക്കൽ ഡിബേറ്റ് ഉണ്ടാവണം. അഴിമതിയെ സംബന്ധിച്ചാവാം, അങ്ങനെ പല മേഖലകളാവാം. ഇതൊന്നുമല്ല, ഇത് നട്ടാൽ മുളയ്ക്കാത്ത പച്ച നുണ പ്രസ്താവിക്കുകയാണ്. എന്നിട്ട് അതിന് ആധികാരികമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആളുകൾ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. എന്തൊരു മോശമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണിത്. നമ്മൾ ഒരുപാട് ഇപ്പോൾ KSUSFI പിള്ളേർ വരെ ഈ രാഷ്ട്രീയം കാണിക്കുമോ? നമ്മുടെ വിദ്യാർത്ഥി യുവജന സംഘടനയിലൂടെ കടന്നു വന്ന ആളുകൾ. ഞാൻ KSU പ്രവർത്തനം, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജിലെ ദേവരി കോളേജിലെ KSUവിൻ്റെ ചെയർമാനായിരുന്നു. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന ആളാണ്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലും ഇത്രയും നട്ടാൽ മുളയ്ക്കാത്ത നുണ പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വോട്ടർമാരെ കാണാനുള്ള സമയം ഈ വാഗ്വാദത്തിനൊന്നും വേണ്ടി പാഴാക്കുന്നില്ല. ഇതിനൊന്നും മറുപടി പറഞ്ഞ് ഞാനതിനെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചില കാര്യങ്ങൾക്കൊക്കെ ഇവർ മറുപടി പറയേണ്ടി വരും. പോളിംഗ് ബൂത്തിൽ എത്തുന്നവരെ പരമാവധി വോട്ടർമാരെ കാണുന്നു. ഇത് ഇപ്പോഴത്തെ ശ്രദ്ധ മുഴുവൻ വോട്ടർമാരെ കാണുക, പ്രവർത്തനങ്ങൾ നടത്തുക, ജയത്തിൻ്റെ മാർജിൻ വർദ്ധിപ്പിക്കാനുള്ള നടപടിയെടുക്കുക. തീർച്ചയായും അവിടെ വോട്ടർമാർ കുറേ പേര് കാത്തു നിൽക്കുകയാണ്. അതേസമയം തന്നെ പര്യടന വാഹനം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ പ്രസംഗത്തിന് വേണ്ടി നേതാക്കൾ കാത്തു നിൽക്കുന്നു. ഈ സമയത്താണ് അല്പസമയം നമ്മോടൊപ്പം ചിലവഴിച്ചത് അദ്ദേഹം.